ഗുരുവായൂർ ക്ഷേത്രക്കുളത്തിൽ കാൽ കഴുകിയുള്ള റീൽസ് ചിത്രീകരിച്ച സംഭവത്തിൽ മാപ്പ് പറഞ്ഞ് തടിയുരാൻ ശ്രമിച്ച ബിഗ് ബോസ് താരം ജാസ്മിൻ ജാഫറിനെതിരെ ഗുരുവായൂർ ദേവസ്വം പോലീസിൽ പരാതി നേരത്തെ നൽകിയിരുന്നു. അനുമതിയില്ലാതെയാണ് കുളത്തിലിറങ്ങി വീഡിയോ ചിത്രീകരിച്ചതെന്നാണ് ഇപ്പോഴത്തെ വിശദീകരണം. 4 ദിവസം മുൻപാണ് ഇവരുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ നിന്നും ഈ ഒരു റീൽസ് പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങളുമായി സാനു കെ സജീവ ചേർന്നുണ്ട്. സാനു, എന്തായാലും ഈ ഒരു അവസരത്തിൽ പോലും മാപ്പ് പറഞ്ഞ് തടിയുരാനുള്ള ഒരു നീക്കം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും പരാതി അതുപോലെ നൽകിയിട്ടുണ്ട് ദേവസ്വം ബോർഡ്. അതിൽ കൃത്യമായൊരു നടപടി ഉണ്ടാകുമെന്നുള്ള ഒരു കാര്യം തന്നെയല്ലേ ഉള്ളത്? വിഷ്ണു, സാധാരണ നിലയിൽ ഇത്തരത്തിലുള്ള കോടതി അലക്ഷ്യമാണ്. സാധാരണ നിലയിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ പോലീസിന് പരാതി നൽകിയാൽ അവർ ഉടൻ തന്നെ കേസെടുക്കും. അതിൽ അന്വേഷണം നടത്തുന്ന ഒരു രീതിയാണ് സാധാരണ നിലയിൽ നമ്മുടെ നാട്ടിൽ പോലീസ് അവലംബിച്ചു പോരുന്നത്. എന്നാൽ ഗുരുവായൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള റീൽസ് ചിത്രീകരണം നടത്തിയതിൽ ജാസ്മിൻ ജാഫർ കഴിഞ്ഞ 4 ദിവസം മുൻപാണ് അവിടെ മറ്റ് ഭക്തർക്കൊന്നും പ്രവേശനമില്ലാത്ത അതീവ സുരക്ഷാ മേഖലയാണ്, നമുക്കറിയാവുന്നതാണ്. റീൽസ് ചിത്രീകരിക്കാനോ ഫോൺ എടുക്കാനോ മാധ്യമങ്ങൾക്ക് പോലും വിലക്കുള്ള ഒരു പ്രദേശമാണ് ഗുരുവായൂർ ക്ഷേത്രവും ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള പരിസര പ്രദേശങ്ങളിലും. അത്തരത്തിൽ അതീവ സുരക്ഷാ മേഖലയായിട്ടുള്ള ഒരു സ്ഥലത്ത് ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പവിത്രമായി കാണുന്ന ക്ഷേത്രക്കുളത്തിനുള്ളിൽ ഈ ജാസ്മിൻ ജാഫർ, അതായത് മുൻ ബിഗ് ബോസ് താരമൊക്കെയാണ്, അവരും അവരുടെ കൂട്ടാളികളും എത്തി അവിടെ അവർ റീൽസ് ചിത്രീകരിച്ചു എന്ന് പറയുന്നത് തന്നെ എത്രത്തോളം സുരക്ഷാ വീഴ്ച പോലും ഉണ്ടാക്കിയ വിഷയമാണെന്ന് നമ്മൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാകും. അത്തരത്തിൽ അവിടെ റീൽസ് ചിത്രീകരിക്കുന്നു, അത് അവരുടെ ഇൻസ്റ്റാഗ്രാം പേജ് വഴി അവർ പബ്ലിക്കായി അത് പോസ്റ്റ് ചെയ്യുന്നു. തുടർന്ന് ഇത്തരം പരാതികളൊക്കെ ഉയർന്നതിനെ തുടർന്ന് അവരുടെ പേജിൽ നിന്ന് ആ റീൽസ് നീക്കം ചെയ്തിട്ടുണ്ടെങ്കിലും ഇപ്പോഴും നമ്മൾക്ക് അത് ഇൻസ്റ്റഗ്രാമിലെ വിവിധ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് നമുക്കത് ലഭ്യമാണ്. അത്തരത്തിൽ വലിയ മതവികാരം പോലും വ്രണപ്പെടുന്ന രീതിയിലേക്കുള്ള ഒരു കേസായിട്ട് പോലും അത് പോലീസിനെ അത് ലാഘവത്തോടു കൂടി കാണുന്നു. ആ പോലീസിൽ പരാതി ലഭിച്ചിട്ട് പോലീസ് പറയുന്നത് ചില മുട്ടവാദങ്ങളാണ്. അവർ പറയുന്നത് ഞങ്ങളത് കേസ് കോടതിയിലേക്ക് കൈമാറി, കോടതിയാണ് നീ എന്താണ് ചെയ്യേണ്ടതെന്ന് പറയുക. അതായത് കോടതി നിർദ്ദേശത്തെ തുടർന്നേ തങ്ങൾ ഏതെങ്കിലും വിധത്തിൽ നടപടി എടുക്കൂ എന്ന് പറഞ്ഞ് പോലീസും, അതായത് ഗുരുവായൂർ ടെമ്പിൾ പോലീസും കൈയൊഴിയുകയാണ്. അതായത് ഇവരിപ്പോൾ ഒരു മാപ്പ് പറഞ്ഞ് ഇതിൽ നിന്ന് കൈയൊഴിയാൻ ഈ ജാസ്മിന് ശ്രമിക്കുന്നു. ഒപ്പം പോലീസ് പറയുന്നു ഇത് കോടതിയുടെ പരിഗണനയിലാണ്, ഞങ്ങൾ ഈ കോടതിയിലേക്ക് കേസ് കൈമാറിയിരിക്കുകയാണ്. ഹൈക്കോടതിയാണ് അവിടെ ഈ നിയന്ത്രണങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ കോടതി മുഖാന്തരമേ എന്തെങ്കിലുമൊക്കെ നടപടിയെടുക്കാൻ ഞങ്ങൾ തയ്യാറാകൂ എന്നാണ് പറയുന്നത്. എന്തായാലും ഈ വിഷയം വലിയ വിവാദമായിരിക്കുകയാണ്. ഈ വിഷയത്തിൽ BJP അടക്കം ഇടപെട്ടിട്ടുണ്ട്. നമ്മളോടൊപ്പം BJP തൃശ്ശൂർ നോർത്ത് ജില്ലാ അധ്യക്ഷ കൂടി ചേരുകയാണ്. എന്താണ് ഈ ഗുരുവായൂർ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാലങ്ങളായിട്ട് ചില വിവാദങ്ങളൊക്കെ ഉയർന്നു വരുന്നു. ഇപ്പോൾ അവിടെ റീൽസ് ചിത്രീകരണം നടത്തുന്നു, അവിടെ സുരക്ഷാ വീഴ്ചയൊക്കെ ഉണ്ടായിട്ടുണ്ട്. കുറച്ച് കാലമായിട്ട് തുടങ്ങുന്ന ഒരു സംഗതിയാണ് ഈ ഗുരുവായൂർ ക്ഷേത്രത്തിനോട് പരിസരത്ത് റീൽസ് ചിത്രീകരിക്കുകയും അവരവരുടെ സോഷ്യൽ മീഡിയ പബ്ലിസിറ്റിക്കായിട്ട് ആ ക്ഷേത്ര നഗരിയെ ഉപയോഗിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ. നമുക്കറിയാം, ക്ഷേത്രക്കുളം എന്ന് പറയുന്നത് വളരെ പരിഭാവനമായിട്ടുള്ള ഒരു പ്രദേശമാണ്. ആ ഒരു കുളത്തിൽ നിന്ന്, അതായത് ക്ഷേത്രക്കുളത്തിൽ കാലിട്ട് ഒക്കെ റീൽസ് ചിത്രീകരിക്കുക എന്ന് പറഞ്ഞാൽ അത് വ്രണപ്പെടുത്തുന്നത് അവിടുത്തെ ഹൈന്ദവരുടെ അല്ലെങ്കിൽ ഭക്തരുടെ വികാരങ്ങളെയാണ്. അപ്പോൾ ഇവിടെ പോലീസ് എന്തുകൊണ്ടാണ് ഈ മതവികാരം വ്രണപ്പെടുത്തിയ ഇത്തരം കാര്യങ്ങൾക്കെതിരെ ശക്തമായിട്ട് നടപടിയുമായിട്ട് മുന്നോട്ട് വരാത്തത് എന്നുള്ളത് വലിയ അത്ഭുതം തന്നെ തോന്നുന്ന കാര്യമാണ്. ഇവിടെ വീഡിയോഗ്രഫി മാത്രമല്ല വിഷയമായിട്ടുള്ളത്. വീഡിയോഗ്രഫി എന്ന് പറയുന്നത് ഹൈക്കോടതി നിരോധിച്ചത് നമുക്കറിയാം ഏത് സാഹചര്യത്തിലാണ്. ഗുരുവായൂരപ്പൻ്റെ ഭക്തരൊക്കെ ഇപ്പോൾ ഈ അടുത്ത കാലത്താണ് ഗുരുവായൂരപ്പൻ്റെ അഷ്ടമി രോഹിണി പിറന്നാൾ ആഘോഷമൊക്കെ ആയിട്ട് വരുന്നത്. ഇതിലൊക്കെ മുമ്പ് ഇവിടെ അഷ്ടമി രോഹിണികൾ നടന്നിരുന്നു. ഭഗവാന്റെ എല്ലാവിധ ആചാരാനുഷ്ഠാനങ്ങളോടുകൂടിയുള്ള എല്ലാ അനുഷ്ഠാനങ്ങളും അവിടെ തുടർന്നിരുന്നു. അപ്പോഴൊന്നും ഇല്ലാത്ത വിധം ഈ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ടാണ് ഇത്തരത്തിൽ ഞങ്ങളും ഭക്തരാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലരും അവിടെ വരികയും ശരിയല്ലാത്ത പല കാര്യങ്ങളും, അതായത് സ്വന്തം പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് മാത്രം, അതായത് ഭക്തി എന്നുള്ളതിൽ കവിഞ്ഞ മറ്റെന്തോ കോപ്രായങ്ങൾക്കായിട്ട് ആ സന്നിധിയെ ഉപയോഗപ്പെടുത്തുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഹൈക്കോടതി വിധി വന്നു എന്നുള്ളത് മാത്രം മുൻനിർത്തിക്കൊണ്ട് അല്ല ഈ ഒരു വിഷയത്തെ കാണേണ്ടത്. കാരണം വീഡിയോഗ്രഫി പ്രൊഹിബിറ്റഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് വീഡിയോഗ്രഫി ചെയ്തു എന്നുള്ളത് മാത്രമായിട്ട് ഇതിനെ ചുരുക്കുന്നതിൽ തെറ്റുണ്ട്. പരിഭാവനമായിട്ടുള്ള ആ ക്ഷേത്രക്കുളത്തെ അത് മലീമസമാക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അതിനെ മറ്റൊരു രീതിയിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഭക്തർക്ക് കുളിക്കുവാനും കുളിച്ച് ദർശനം നടത്തുവാനുമുള്ള ആ ക്ഷേത്രക്കുളത്തെ കളങ്കപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് മതവികാരം വ്രണപ്പെടുത്തണം എന്നുള്ള ദുരുദ്ദേശത്തോടു കൂടിയാണ് എന്ന് ചിന്തിച്ചാൽ അതിൽ തെറ്റ് പറയാൻ സാധിക്കുമോ? അവർ നിരവധിയായിട്ടുള്ള ആളുകൾ പരാതി കൊടുത്തിട്ടും എന്തുകൊണ്ടാണ് ആ രീതിയിൽ ഇതിനെ കാണാത്തത് എന്നുള്ളത് അറിയില്ല. കേവലം ഒരു മാപ്പ് കൊണ്ട് തീരാവുന്നതാണോ? പ്രത്യേകിച്ച് ഗുരുവായൂർ ക്ഷേത്രക്കുളത്തെ പറ്റി പറയുകയാണെങ്കിൽ അവിടുത്തെ പ്രദേശവാസികൾക്കും അതുപോലെ തന്നെ ഭക്തജനങ്ങൾക്കും
എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം കൂടിയുണ്ട്. അതായത് ഗുരുവായൂരപ്പൻ്റെ മണിക്കിണർ എന്ന് പറയുന്ന അവിടെയുള്ള വെള്ളം, അവിടേക്ക് വരുന്ന ജലം ഈ കുളവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ എല്ലാ വർഷവും ഭഗവാന്റെ ആറാട്ട് നടത്തുന്ന ഒരു ക്ഷേത്രക്കുളം കൂടിയാണ്. അപ്പോൾ സാധാരണ ക്ഷേത്രങ്ങളോട് ചേർന്ന് ഇപ്പോൾ കാവുകളും കുളങ്ങളും ഒക്കെ ഉള്ള പോലത്തെ മാത്രമല്ല അത് മാത്രമല്ല, ഇത് ഭക്തർക്കുള്ളതാണ് എന്ന് വ്യക്തമായിട്ട് അവിടെ രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. മുമ്പാണെങ്കിൽ ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് ഏതാണ്ട് പടിഞ്ഞാറേ നടയിൽ നിന്ന് ഇപ്പോൾ പ്രവേശനം അവിടെ നിയന്ത്രിക്കുന്ന ആ ഒരു ബാറുകൾ വെച്ചിട്ടുള്ള സ്ഥലത്ത് തന്നെ അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല എന്നുള്ള ബോർഡുണ്ടായിരുന്നു. ഇപ്പോൾ അത് കേവലം ക്ഷേത്രത്തിൻ്റെ തൊട്ട് മുമ്പ്, അതായത് നടയിലും അതുപോലെ തന്നെ കുളത്തിൻ്റെ അവിടെ മാത്രമാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ സ്ഥലത്ത് ഇതൊക്കെ എഴുതി വെച്ചിട്ട് പോലും ഇതാണ് നടക്കുന്നതെങ്കിൽ അവിടെ എന്തോ കാര്യമായിട്ടുള്ള ഒരു അപജയം ഉണ്ടാക്കാൻ മനഃപൂർവ്വമായിട്ട് ഇവിടുത്തെ ആ ഒരു വിശ്വാസങ്ങളെ അപജയപ്പെടുത്തുവാനുള്ള ശ്രമമുണ്ട് എന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതേപോലെ തന്നെ പോലീസിൽ പരാതി കിട്ടിയിട്ട് പോലീസ് കേസെടുക്കാൻ എന്താണ് മടിക്കുന്നത്? പോലീസ് എന്തെങ്കിലും ഭയപ്പെടുന്നുണ്ടോ? ആരെങ്കിലും ഭയപ്പെടുന്നുണ്ടോ? അല്ല, ഇതിൽ പോലീസ് ഇപ്പോൾ ചിത്രീകരിക്കുന്നത് വീഡിയോഗ്രാഫിയുടെ തടസ്സം ചെയ്തത് അത് ഹൈക്കോടതിയാണ്. അതുകൊണ്ട് ഈ മാറ്റർ കോടതിയാണ് തീരുമാനിക്കേണ്ടതെന്ന് അതെങ്ങനെയാണ് പറയാൻ സാധിക്കുക? ഇതൊരു മതവികാരങ്ങളെ വ്രണപ്പെടുത്തുന്ന ഒരു സംഗതിയായിട്ട് കൂടി കണ്ട് അതിന് FIR ഇട്ട് കേസ് അന്വേഷിച്ച് അതിൽ നടപടി സ്വീകരിക്കേണ്ടവരല്ലേ. ഇപ്പോൾ ഇതൊരു വീഡിയോഗ്രാഫി മാത്രമായിട്ട് ചുരുക്കിക്കൊണ്ട് എന്തുകൊണ്ട് ക്ഷേത്രക്കുളത്തെ മലിമനസ്സമാക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ വിശ്വാസങ്ങളെ ഹനിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനത്തെ ചോദ്യം ചെയ്യുന്നില്ല? അതിനുള്ള ഉത്തരവാദിത്തം അവർക്കുണ്ടല്ലോ. അപ്പോൾ ഇത് നിരന്തരമായിട്ട് ഗുരുവായൂരിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത് കണ്ണടച്ച് അതിനെ പിന്തുണയ്ക്കുന്ന ഒരു സംവിധാനം കൂടി ഉള്ളതുകൊണ്ടാണ്. അതാണ് നമുക്ക് ചോദ്യം ചെയ്യാൻ ഈ ഒരു സാഹചര്യത്തിൽ ചോദ്യം ചെയ്യേണ്ടത്. അത് ഈ അടുത്ത കാലത്ത് മാത്രമാണ് ഇത്തരത്തിലുള്ള വലിയ രീതിയിൽ, ഇപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു. നമ്മൾ സാധാരണ ഒരു ക്ഷേത്രത്തിലേക്ക് തൊഴാൻ പോകുന്നവർ വീഡിയോ ഇടാൻ പറ്റില്ല. പക്ഷേ ഇത്തരത്തിലുള്ള, അതായത് സ്വന്തം പ്രൊമോഷന് വേണ്ടിയിട്ട് റീലുകൾ ക്ഷേത്രത്തിലും അതുപോലെ തന്നെ ക്ഷേത്രക്കുളത്തിലുമൊക്കെ വെച്ച് ചിത്രീകരിക്കുന്നതിന് പെർമിഷൻ കൊടുക്കുന്ന രീതിയിലല്ലേ ഇപ്പോൾ ഇത് പോകുന്നത്. അപ്പോൾ ഇനിയും ഇത്തരത്തിൽ ആചാര ലംഘനങ്ങൾ അല്ലെങ്കിൽ നിഷിദ്ധമായിട്ടുള്ള കാര്യങ്ങൾ, പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാരിൻ്റെ വരെ ശ്രദ്ധ ആകർഷിക്കേണ്ട, അത്രയ്ക്കും ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് അവിടുത്തെ സംരക്ഷണം ഉറപ്പാക്കേണ്ട ഒരു സ്ഥലമാണത്. ആ സ്ഥലത്ത് ഇത്രയും അധികം എന്തുകൊണ്ടാണ് സുരക്ഷാ വീഴ്ചകൾ ഉണ്ടാകുന്നത് എന്നുള്ളത് പരിശോധിക്കുകയും വേണം. അപ്പോൾ ഇവിടെ നിരന്തരം ഇത്തരത്തിൽ കാര്യങ്ങൾ പോകുന്നുണ്ട്. അത് തീർച്ചയായിട്ടും ഗൗരവമായിട്ട് പോലീസും അതുപോലെ തന്നെ മറ്റ് അധികാരികളും കാണണം. ഇവിടെ ഒരു പിക്നിക് സ്പോട്ടായിട്ട് ഈ തീർത്ഥാടന നഗരിയെ മാറ്റാനുള്ള ശ്രമം അത് തീർച്ചയായിട്ടും തടസ്സം ചെയ്യും. ഭക്തർക്കുള്ളതാണ് ഗുരുഭവനപുരിയും അതിൻ്റെ ചുറ്റുപാടും. അവർക്ക് പ്രവേശിക്കാനും അവർക്ക് ആരാധന നടത്താനുമുള്ള പ്രദേശത്തെ അത്തരത്തിൽ മാറ്റുന്ന സാഹചര്യങ്ങളെ തടസ്സം ചെയ്യേണ്ടവർ അത് ചെയ്യണം എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. അതുതന്നെയാണ് BJPയുടെ ഭാഗത്ത് നിന്ന് ഉയർന്നു വന്നിരിക്കുന്നത്. അതുമാത്രമല്ല, ആ പ്രദേശത്തേക്ക് ഇത്തരത്തിൽ ഫോണുമായൊക്കെ ബന്ധപ്പെട്ട് കയറുമ്പോഴത്തേന് അത് നോക്കാത്ത പോലീസ് സംവിധാനത്തിനും വലിയ വീഴ്ച പറ്റിയിട്ടുണ്ട് എന്ന് തന്നെയാണ് പൊതുസമൂഹത്തിലെ കേവലം ഒരു നിയമലംഘനമായി ഇതിനെ കാണാനാകില്ല. ഗുരുതരമായൊരു വിഷയം തന്നെയാണ്. ഇത്തരം ഗുരുതരം നിയമലംഘനത്തിന് കൂട്ടുനിൽക്കുന്ന ആളുകളെ പോലും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം എന്നുള്ളൊരു കാര്യം തന്നെയാണ് എടുത്തു പറയേണ്ടത്. സാനുക്ക് സജീവാണ് വിവരങ്ങൾ നൽകിയത്.